നിറങ്ങൾ കൊണ്ടും സൗരഭ്യം കൊണ്ടും കാഴ്ചയുടെ പൂക്കാലം തീർത്ത് കണ്ണൂർ പുഷ്പോത്സവം. വ്യത്യസ്ത നിറങ്ങളിലുള്ള ആയിരക്കണക്കിന് പൂക്കൾ, നാട്ടിൻപുറത്തിന്റെ സുഗന്ധം പരത്തുന്ന തുളസി മുതൽ വിദേശ ഇനം പൂക്കൾ വരെ കണ്ണിന് കുളിർമയേകിയും സുഗന്ധം പൊഴിച്ചും നിൽക്കുന്നു. വേനലിൽ വിരിഞ്ഞ വസന്തം പോലെ. പുഷ്പോത്സവം ആരംഭിച്ചതോടെ നഗരത്തിലേക്ക് ഒഴുകിയെത്തുന്നത് ആയിരങ്ങളാണ്. രാവിലെ തന്നെ പ്രവേശന കവാടങ്ങളിൽ തിരക്ക് തുടങ്ങും. വൈകുന്നേരത്തോടെ പുഷ്പനഗരി ജനസാഗരമായി മാറും. 12,000 ചതുരശ്ര അടിയിൽ 45 ഇനം വൈവിധ്യമാർന്ന പൂക്കളാണ് പുഷ്പോത്സവത്തിന്റെ ഏറ്റവും ആകർഷണീയത. വ്യത്യസ്ത നിറങ്ങളിലുള്ള ആയിരക്കണക്കിന് പൂക്കൾ, സ്വദേശ വിദേശ സസ്യവർഗങ്ങൾ. പൂക്കൾ കാണുകയും ആസ്വദിക്കുകയും മാത്രമല്ല, വെള്ളവും മണ്ണുമില്ലാതെ കൃഷി ചെയ്യുന്ന നൂതന രീതി മുതൽ പരമ്പരാഗത കൃഷിരീതികൾ വരെ പഠിക്കാനും പ്രയോഗിക്കാനും ജനങ്ങളെ പ്രാപ്തരാക്കുകയാണ് കണ്ണൂർ പുഷ്പോത്സവം. പൂന്തോട്ടം, പച്ചക്കറിത്തോട്ടങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതോടൊപ്പം കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുകയും സംഘാടകരുടെ പ്രധാന ലക്ഷ്യമാണ്. കണ്ണൂർ ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടത്തുന്ന പുഷ്പോത്സവം ഇത്തവണ 22-ാം തീയതി ആരംഭിച്ച് 3-ാം തീയതി സമാപിക്കുകയാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ 1969 അഗ്രി ഹോർട്ടി സൊസൈറ്റി രൂപീകരിക്കുന്നത്. ജില്ലാ കളക്ടർ അധ്യക്ഷനായും അതോടൊപ്പം ജില്ലാ കൃഷി ഓഫീസർ ഉപാധ്യക്ഷന്മാരിൽ ഒരാളായും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കമ്മിറ്റി അംഗങ്ങളിൽ ഒരാളായും മറ്റ് തിരഞ്ഞെടുക്കപ്പെടുന്നവരും ഉള്ളൊരു കമ്മിറ്റിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. കാർഷിക മേഖലയെ സ്നേഹിക്കുന്ന, പുഷ്പങ്ങളെ സ്നേഹിക്കുന്ന, ചെടികളെ സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടായ്മ എന്ന രൂപത്തിലാണ് നമ്മൾ ഓരോ പരിപാടികളും സംഘടിപ്പിക്കുന്നത്. 3-ാം തീയതി ഇതിൻ്റെ സമാപനമാകുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരുപാട് ആളുകൾ, 10,000-കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും നമ്മുടെ ഈ പന്തലിലേക്ക് എത്തിച്ചേരുന്നത്. പൂർണ്ണ ആളുകളുടെ സഹകരണം ഉണ്ടാവണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. വൈവിധ്യമാർന്ന ചെടികളും മറ്റു നടീൽ വസ്തുക്കളും ഔഷധ സസ്യങ്ങളും വാങ്ങുവാനും നടീൽ രീതി പഠിക്കുവാനും നിരവധി പേരാണ് എത്തുന്നത്. സായാഹ്നങ്ങളിൽ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. 70 രൂപയാണ് പ്രവേശന ഫീസ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും 80 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്കും പ്രവേശനം സൗജന്യമാണ്. രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെയാണ് പ്രവേശന സമയം. ഫെബ്രുവരി 3-നാണ് പുഷ്പോത്സവം സമാപിക്കുക. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.